അതിനാടിന്റെ വിശ്വാസമാണ്. ജനാധിപത്യ നിയമങ്ങളിൽ ഭൂതനാണെന്നും ജനാധിപത്യ നിയമങ്ങളിൽ നിലനിൽക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കണമെന്നുള്ള ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസമാണ്. ആ തരത്തിൽ ആർത്തിരമ്പി വരുന്ന ഈ ജനമഹാസമുദ്രമെന്നുള്ള ഈ നാടിന്റെ ജനാധിപത്യം വേറിട്ട് പോകില്ല എന്നുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് എന്നുള്ളത് ഇവിടെ പറയട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച് പ്രിയങ്കരയായ സോണിയാഗാന്ധിയോടൊപ്പം പ്രിയങ്കരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടൊപ്പം നമ്മുടെ കോൺഗ്രസ് അധ്യക്ഷൻ പ്രിയപ്പെട്ട മല്ലികാർജുന ഖാർഗെയോടൊപ്പം നമ്മുടെ മുഖ്യമന്ത്രിമാർ രേവന്ത് റെഡ്ഡി, സുരേന്ദ്ര സിംഗ്, നമ്മുടെ കർണാടകത്തിലെ മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിമാരോടൊപ്പം നമ്മുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോടൊപ്പം കേരളത്തിലെ PCC പ്രസിഡന്റ് സുധാകരനോടും പ്രതിപക്ഷ നേതാവ് ED സതീശനോടൊപ്പം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ പാലക്കാട് നമ്മുടെ UDFിന്റെ മുഴുവൻ നേതാക്കളോടൊപ്പം ഇവിടെ കടന്നു വരുമ്പോൾ അന്യനാടിന്റെ അഭിമാനം ഈ നാടിന്റെ ഹൃദയം ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ഘോഷയാത്ര ഈ ക്ഷേത്രത്തിന്റെ സമരങ്ങളിൽ ചരിത്രപരമുള്ള പദയാത്രകൾക്ക് നേതൃത്വം കൊടുക്കുന്നതായ ഈ കൽക്കത്തയുടെ ഹൃദയഭൂമിയിൽ വയനാടിന്റെ തലസ്ഥാന നഗരം വലിയൊരു ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയുടെ നോമിനേഷൻ ഫയലിംഗുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത മഹാ റോഡ് ഷോയ്ക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. ഈ മഹാ റോഡ് ഷോ ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, ജനാധിപത്യ ചരിത്രത്തിൽ ആവേശകരമായിട്ടുള്ള അധ്യായമായി തെരഞ്ഞെടുക്കുകയാണ്. മുഴുവൻ ഇതുവരെ നടന്നിട്ടില്ലാത്ത മഹാ റോഡ് ഷോയ്ക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. ഈ മഹാ റോഡ് ഷോ ഇന്ത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, ജനാധിപത്യ ചരിത്രത്തിൽ ആവേശകരമായിട്ടുള്ള അധ്യായമായി പരിണമിക്കുകയാണ്. മുഴുവൻ ആളുകളും മുമ്പോട്ട് പോകണം. സൂചി കുത്താൻ ഇടമില്ലാതെ കൽപ്പറ്റ നഗരി ജനമഹാസമുദ്രത്തിന്റെ മുമ്പിൽ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി വഴിയൊരുക്കാൻ തയ്യാറാകണം. UDFിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കൈവീശി ജനാധിപത്യത്തിന്റെ ഇളം തണലായി ഹത്രാസിൽ, അതുപോലെ കത്വയിൽ
ഉന്നാവിൽ അതുപോലെ ചൂരൽമലയിൽ മുണ്ടകയിൽ ചേർത്ത് നിർത്തിയ രാഷ്ട്രീയത്തിന്റെ മഹാപ്രതിരൂപമായ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയോടൊപ്പം ഇതാ പ്രിയങ്ക ഗാന്ധി നമ്മെ അഭിസംബോധന ചെയ്യാൻ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട തങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും KPCC അധ്യക്ഷനും AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഷിബു ബോബി ജോണും ബോൺസ് ജോസഫും അതുപോലെ അനൂപ് ജേക്കബും ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കടന്നു വരികയാണ്. മുമ്പോട്ട് പോകണം, മുമ്പോട്ട് പോകണം, മുമ്പോട്ട് പോകണം, മുമ്പോട്ട് പോകണം, മുമ്പോട്ട് പോകണം. നേതാക്കന്മാർക്ക് കടന്നു വരാൻ സ്വയം നിങ്ങൾ വഴിയൊരുക്കണം, സ്വയം വഴിയൊരുക്കണം, സ്വയം വഴിയൊരുക്കണം. പ്രിയമുള്ളവരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തി വിളിച്ചോതി വയനാടിലെ തെരഞ്ഞെടുപ്പിൽ ഒന്നും പ്രശ്നമല്ല, ജനങ്ങളാണ് ശക്തി. ആ ജനങ്ങളുടെ ശക്തിയുമായി നരേന്ദ്രമോദിയുടെ ഇടനെഞ്ചിലേക്ക് കൈ ഉയർത്തി സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് നടന്നു പോകുന്ന ഈ മഹാതെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഏത് രീതിയിൽ എതിരേറ്റു എന്നുള്ളത് ഈ റോഡ് ഷോ നമ്മുടെ ഏറ്റവും വലിയ തെളിവാണ്. 10,000-കണക്കിന് ആളുകൾ, ഇരമ്പം വരുന്ന ജനമഹാസമുദ്രം ഈ കൽപ്പറ്റയെ ആവേശത്തിലാഴ്ത്തി ജനാധിപത്യത്തിന്റെ അത്യുത്സവത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ബഹുമാന്യനായ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വഴിയൊരുക്കണം, വഴിയൊരുക്കണം. नमस्कार सर. नमस्कार. പ്രിയമുള്ളവരെ, നേതാക്കന്മാർക്ക് കടന്നു വരാൻ സ്വയം വഴിയൊരുക്കണം. ഈ റോഡിനും ഈ സ്ഥലത്തിനും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള 10 മടങ്ങ് ജനപ്രവാഹം പ്രിയങ്ക ഗാന്ധിയെ വരവേൽക്കാൻ, സ്വാഗതമോകാൻ, രാഹുൽ ഗാന്ധിയെ കാണാൻ, അദ്ദേഹത്തിന്റെ സംസാരം ശ്രമിക്കാൻ വയനാടിന്റെ ഹൃദയം കവർന്ന രാഹുൽ ഗാന്ധി വീണ്ടും എത്തുമ്പോ, പ്രിയങ്ക ഗാന്ധി നോമിനേഷൻ കൊടുക്കുമ്പോ ഹൃദയത്തിലേക്ക് അവരുടെ വാക്കുകൾ ശ്രമിക്കാൻ, ആ വാക്കുകളുമായി നീടുനിരാന്തരം കയറിയിറങ്ങി ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാഭൂരിപക്ഷം അവർക്കുണ്ടാക്കി കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ അലമുറിയാത്തതായ പ്രവാഹം പോലെ മനുഷ്യ മഹാസാഗരം തീർത്തിരിക്കുന്നു ഈ കൽപ്പറ്റയുടെ ഹൃദയഭൂമി. വേദിയിലുള്ളവർ മുഴുവൻ അവിടാതെ എത്തിയിരിക്കണം. KPC പ്രസിഡന്റ് കടന്നു വരികയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ദീപദാസ് മുൻഷിജി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട PK ബഷീർ MLA അവർ കടന്നു വന്നിരിക്കുന്നു. ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട മോൻസ് ജോസഫ് MLA, പ്രിയപ്പെട്ട അനൂപ് ജേക്കബ് MLA, UDFന്റെ നേതാക്കന്മാർ എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ഏവരുടെയും അഭിമാനമായ വയനാടിന്റെ ഇന്നലകളിൽ ത്രസിപ്പിക്കുന്ന നേതൃത്വമായി പാർലമെന്റിനകത്ത് നമ്മുടെ നമ്പരങ്ങളും മുഴുവൻ പറയാൻ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മഹാഭൂരിപക്ഷത്തിന് നരേന്ദ്രമോദിയുടെ ഇടനെഞ്ചിലേക്ക് കൈയുയർത്തി സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധി ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. തെലങ്കാന മുഖ്യമന്ത്രി പ്രിയപ്പെട്ട രേവന്ത് റെഡ്ഡി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. Baju.
പ്രിയമുള്ളവരെ, വയനാട്ടിലെ നമുക്ക് വെയിലൊരു പ്രശ്നമല്ല. വയനാട്ടിലെ നമുക്ക് ഇനി മഴയൊരു പ്രശ്നമല്ല. വയനാട്ടിലെ നമുക്ക് മഞ്ഞൊരു പ്രശ്നമല്ല. പ്രിയങ്ക ഗാന്ധിയെ 5 ലക്ഷത്തിലധികം വരുന്ന മഹാഭൂരിപക്ഷത്തിന് പാർലമെന്റിലേക്ക് അയക്കുന്നത് വരെ നമുക്കിനി വിശ്രമമില്ല. ആ പോരാട്ടം വെയിലിനെ ഉരുക്കിക്കളഞ്ഞ് നമ്മളിവിടെ തയ്യാറായിരിക്കുകയാണ്. അവരുടെ വാക്കുകൾ കേൾക്കാൻ, അവരെ ശ്രമിക്കാൻ, ഹൃദയത്തിലേറ്റാൻ കടന്നു വന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ആദരണീയനായ കോൺഗ്രസ് സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ KC വേണുഗോപാൽ, നമ്മുടെ ആത്മമിത്രം, നമ്മുടെയൊക്കെ ഊർജ്ജ സ്രോതസ്, ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും അഭിമന്യയായ നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് ശ്രീമതി സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെജിയും ഈ വേദിയിലേക്ക് വരാനുണ്ട്. അവർക്ക് വഴിയൊരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സമയമില്ല. നാമനിർദ്ദേശക പത്രിക കൊടുക്കാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് ദീർഘമായ ഒരു പരിപാടി ഇവിടെ ഇല്ല. നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരിയായിട്ടുള്ള വയനാടിന്റെ പ്രിയദർശിനിയാകാൻ പോകുന്ന പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധി, നമ്മുടെ സ്ഥാനാർത്ഥി, നിങ്ങളോട് സംസാരിക്കും. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് പ്രിയങ്കാജി ടു സ്പീക്ക്. Respected elder brother Sri Rahul Gandhi ji, Sri KC Venugopal ji, Sri Revant Reddy ji, Sri Sukhvinder Singh Sukhu ji, Sri Sudhakaran ji, Sri Satishan ji, Sri Sadiq Ali Sibab Tangal ji, PK Kunjali Kutti ji, Mons Joseph ji, Shibu Baby John ji, Anup Jacob ji, all the leaders sitting on the stage, my beloved party workers, and most importantly, my beloved sisters and brothers of Wayanad. I am truly happy and truly grateful to be here today. വേദിയിലിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, അതിലേറ്റവും ഉപരിയായി വയനാട്ടിലെ എന്റെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഇന്ന് നിങ്ങളുടെ അടുത്ത് വരാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. When I was 17 years old, I campaigned for the first time for my father in the 1989 general election. ഞാൻ 17 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് എന്റെ പിതാവിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്, അന്നത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ. It is now 35 years. I have campaigned for my mother, I have campaigned for my brother, for many of my colleagues. ഇന്നിപ്പോൾ 35 വർഷങ്ങളായി ഞാൻ എന്റെ അച്ഛന് വേണ്ടി പ്രചരണം നടത്തി, എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രചരണം നടത്തി, എന്റെ സഹോദരന് വേണ്ടി പ്രചരണം നടത്തി, അതുപോലെ എന്റെ വിവിധ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞാൻ പ്രചരണം നടത്തി. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട സോണിയാഗാന്ധി മാം വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെജിയും വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. Can I go ahead? Shall I continue? Yes. ഇവിടെ നിൽക്കുന്ന ആളുകൾ ഇരിക്കണം, നിർബന്ധമായും ഇരിക്കണം. ഇരുന്ന് ശുക്രുക ഒന്ന് ഇരുന്ന് എല്ലാവരും
കാണില്ല. ഇരുന്നേ പ്ലീസ്. ഇരിക്കും Siddiqui ji, should I start? ഇരുന്ന മക്കളെ. അനീഷ് ഇരിക്കും. എല്ലാവരും ഇരുന്നേ. പ്രിയങ്കാജി ആവശ്യപ്പെടുന്നു, കേൾക്കണം, ഇരിക്കണം. ഹലോ, ഇരുന്നേ. I welcome respected Congress President Shri Mallikarjun Kharge ji and my mother Honorable Sonia Gandhi ji to this dais. ബഹുമാനിയായ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെജിയും എന്റെ അമ്മ ശ്രീമതി സോണിയാഗാന്ധിയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I was saying that it has been 35 years since I have been campaigning for different elections. This is the first time that I am campaigning for your support for myself. കഴിഞ്ഞ 35 വർഷങ്ങളായി പല തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നത്. And it is a very different feeling. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന് എന്റെ മനസ്സിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവവും വികാരവുമാണുള്ളത്. I am deeply grateful to Congress President Mallikarjun Kharge ji for giving me this privilege of being the UDF candidate from Wayanad, and to my family for supporting me and allowing me to be the candidate for Wayanad. ഈ അവസരത്തിന് വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ പ്രതിനിധിയായി മത്സരിക്കാൻ എനിക്ക് നൽകിയ അവസരത്തിന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെജിയോട് ഞാൻ എന്റെ നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് ഈ അവസരം നൽകിയ എന്റെ കുടുംബത്തോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. It is my honor to represent you. If you give me a chance, നിങ്ങൾ എനിക്കൊരു അവസരം നൽകിയാൽ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഒരു ആദരവായി ഞാൻ കണക്കാക്കും. A few months ago, I visited Churamala and Guddakai with my brother. ഞാൻ എന്റെ സഹോദരനോടൊപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചൂരൽമലയും മുണ്ടക്കയും സന്ദർശിക്കുകയുണ്ടായി. I saw the devastation with my own eyes. നിങ്ങളുടെ ഇവിടെ നടന്ന ഒരു വലിയ നാശം അതെന്താണെന്ന് എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞാൻ നേരിട്ട് കണ്ടു. I saw children who had lost their whole families. സ്വന്തം മുഴുവൻ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട കുട്ടികളെ ഞാൻ കണ്ടു. I met mothers who had lost their children. സ്വന്തം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെ ഞാൻ അന്ന് കണ്ടു. I met people whose entire lives had been washed away by the landslide. ഇവിടുത്തെ മണ്ണിടിച്ചിൽ മൂലം സ്വന്തം ജീവിതം മുഴുവൻ ഒഴുകിപ്പോയ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു. And I was struck by one thing, that each and every person I met, whether it was a doctor, a teacher, a housewife, anybody, they were engaged in helping each other. അത് മാത്രമല്ല, ഞാൻ ഇവിടെ കണ്ട ഓരോരുത്തരും, അതൊരു ഡോക്ടർ ആകട്ടെ, ഒരു ടീച്ചർ ആകട്ടെ, ഒരു വീട് നോക്കുന്ന ആളാവട്ടെ, എല്ലാവരും എത്രമാത്രം പരസ്പരം സഹായിക്കാം എന്ന് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായിരുന്നു. They supported each other with courage, without any greed, completely compassionately, and with love in their hearts. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചത് ധൈര്യത്തോടുകൂടിയായിരുന്നു, ആർദ്രതയോടുകൂടിയായിരുന്നു, സഹാനുഭൂതിയോടുകൂടിയായിരുന്നു, ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞായിരുന്നു അവർ പരസ്പരം പിന്തുണച്ചത്. Your spirit of bravery has deeply touched me. നിങ്ങളുടെ ധൈര്യം, വയനാട്ടുകാരുടെ ധൈര്യം എന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. To be part of your community, to become a part of your family is going to be a big honor for me and a great privilege for me. നിങ്ങളുടെ ഭാഗമാകുന്നത്, വയനാടിന്റെ ഭാഗമാകുന്നത്, വയനാട്ടുകാരുടെ കുടുംബത്തിന്റെ ഭാഗമാകാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൗഭാഗ്യവും ആഗ്രഹവുമായി തന്നെ ഞാൻ കണക്കാക്കും. We live in very strange times. വളരെ വിചിത്രമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We live at a time where those who are in power will have hatred, will create separations between those who get the power solely to stay in power. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വിചിത്രമായ ഒരു കാലഘട്ടത്തിലാണ്. അധികാരത്തിൽ ഇരിക്കുന്നവർ തങ്ങൾക്ക് അധികാരം നൽകിയത് ആരാണോ അവരുടെ ഇടയിൽ വിഭാജനവും വിദ്വേഷവും അവർക്ക് അധികാരത്തിൽ തുടരാൻ വേണ്ടി സൃഷ്ടിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ്
നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. We live in times where those who are in power do not hesitate to subvert democracy. They do not hesitate to use any criminal means to remain. അധികാരത്തിൽ ശക്തിയില്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, ഏത് ക്രിമിനൽ കുറ്റകരമായ മാർഗം ഉപയോഗിച്ച് അധികാരത്തിൽ തുടരാൻ അവർ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. This is not the politics upon which our nation was founded. ഈ രാഷ്ട്രീയം ഇത്തരത്തിലൊരു രാഷ്ട്രീയത്തിന് മുകളിലല്ല നമ്മുടെ ഈ രാജ്യത്തെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. Our freedom movement, led by Mahatma Gandhi ji, was inspired by every single religion. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഓരോ മതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. The Gita's teachings, the teachings that we must seek justice and we must spurn hatred. Jesus Christ's teachings in Corinthians 13, where he speaks of humility, where he teaches us that whatever we do, if there is no love in our hearts, then it has no value. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്ത് നമ്മൾ പഠിച്ചത് സത്യമേവ ജയതേ എന്ന ഭഗവത്ഗീതയിലെ സന്ദേശം, ഖുർആനിലെ സന്ദേശം, സമത്വമായി നീതിയുമായി ബന്ധപ്പെട്ട സന്ദേശം, ജീസസിന്റെ യേശുദേവന്റെ സന്ദേശങ്ങൾ, പഠനങ്ങൾ പഠിപ്പിച്ചത് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടായിരിക്കണം എന്നൊക്കെ പഠിപ്പിച്ച സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആശയങ്ങൾ മുൻപോട്ട് പോയത്. The teachings of the Buddha, who taught us non-violence, who showed us the path of ahimsa, these have been altogether the core and foundational values of our nationhood. അതുപോലെ തന്നെ നമ്മുടെ അഹിംസയുടെ പ്രാധാന്യം പഠിപ്പിച്ച ബുദ്ധൻ നമ്മളെ പഠിപ്പിച്ചത് ഇതെല്ലാമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന്റെ, ഇന്ത്യ എന്ന് പറയുന്ന ദേശത്തിന്റെ അടിത്തറയും കാതലും എന്ന് പറയുന്നത്. These are the values that we are fighting for today. ഇന്ന് നമ്മൾ ഈ മൂല്യങ്ങൾക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, അഹിംസയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, ഈ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. For truth, for justice, for equality. നമ്മൾ ഇന്ന് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. These are the values that moved my brother to walk 8,000 kilometers across India to conduct his yatra for love and unity. ഈ മൂല്യങ്ങളാണ്, സത്യത്തിന്റെയും നീതിയുടെയും തുല്യ മൂല്യങ്ങളാണ് എന്റെ സഹോദരനെ ഈ രാജ്യം മുഴുവൻ 8,000 കിലോമീറ്ററുകൾ നടക്കാൻ എന്റെ സഹോദരനെ പ്രേരിപ്പിച്ചത്. ഈ മൂല്യങ്ങളാണ്. He could not have done that without your support. എന്റെ സഹോദരന് ഈ രാജ്യം മുഴുവൻ നടക്കുക എന്ന കാര്യം ഒരിക്കലും നിങ്ങളുടെ പിന്തുണയില്ലാതെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. My sisters and brothers, you stood by my brother when the whole world was turning its back on him. വയനാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ലോകം മുഴുവൻ എന്റെ സഹോദരനെ തിരിഞ്ഞപ്പോൾ, നാട്ടിലെ എന്റെ സഹോദരി സഹോദരനാട്ടിലെ എന്റെ സഹോദരി സഹോദരന്മാരായ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. You gave him your strength and you gave him courage to keep fighting. നിങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളുടെ സ്നേഹം നൽകി, നിങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ ധൈര്യം നൽകി, നിങ്ങൾ അദ്ദേഹത്തിന് പോരാടാനുള്ള കരുത്ത് നൽകി. എന്റെ വയനാട്ടിലെ പ്രിയപ്പെട്ട നിങ്ങൾ, my whole family will always remain indebted to you. We will always be grateful to you for this support. എന്റെ സഹോദരന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് എന്റെ കുടുംബം മുഴുവനും എല്ലാ കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും, നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. I know he is sad to leave you, and I have promised that I will only strengthen the bond between you and him and between your family and my families. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എന്റെ ഫാമിലിയോട് കുടുംബം പോലെയാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാനും നിങ്ങളും എന്റെ സഹോദരനുമായിട്ടുമുള്ള ബന്ധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആടുന്നതാണ്. നിങ്ങൾ എന്റെ കുടുംബം, ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. He has explained to me the large issues that you are facing, whether it is the issue of the medical college or the issue of the night traffic ban or the issues that you are facing
to the conflict with the wildlife and the animals. My farmer sisters and brothers, my tribal sisters and brothers, my brother has explained to me the things that you face and your struggles. I want to come to your houses, to your areas. I want to come and understand straight from you also what issue you face and how we can together help to resolve them and how we can tackle them. വയനാട്ടിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, രാത്രികാല യാത്രാ നിരോധനം, ഇവിടുത്തെ വന്യജീവി സംഘർഷം, മനുഷ്യ സംഘർഷം, അതുപോലെ തന്നെ രാത്രി യാത്രാ നിരോധനം, അതുപോലെയുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും എന്താണെന്ന് എന്റെ സഹോദരൻ എന്നോട് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ വന്ന് നിങ്ങളോട് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ടറിയുകയും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാൻ ആഗ്രഹമുണ്ട്. This is a new journey for me and you are my guides, you are my teachers on this journey. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ യാത്രയാണ്. ഈ യാത്രയിൽ എന്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നിങ്ങളാണ്. ഈ യാത്രയിൽ എന്റെ വഴികാട്ടികൾ എന്ന് പറയുന്നത് നിങ്ങളാണ്. For me, each one of you is a symbol. യാത്രയിൽ എന്റെ വഴികാട്ടികൾ എന്ന് പറയുന്നത് നിങ്ങളാണ്. For me, each one of you is a symbol of my responsibility towards you, of my duty. ഉത്തരവാദിത്വത്തിന്റെ, എനിക്ക് നിങ്ങളോടുള്ള കടമയുടെ പ്രതീകമാണ് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും. It is you are the symbol of the trust between me, my family, and all of you. നിങ്ങൾ ഓരോരുത്തരും, ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഞാനും എന്റെ കുടുംബവും നിങ്ങളും നമുക്കിടയിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമാണ് വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. For all of this politics, I have been a mother of 2 children. I have built a family. ഈ രാഷ്ട്രീയത്തിനൊക്കെ മുമ്പ് ഞാൻ 2 മക്കളുടെ ഒരു അമ്മയാണ്. ഞാനൊരു കുടുംബം. The one thing I always wanted my children to know, and every member of my family to know, that no matter what difficulty I have faced, no matter what happened in my life, whenever they needed me, I would be there to stand by them. ഞാന് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെന്ന് പറയട്ടെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരോടും പറയട്ടെ, എന്റെ കുടുംബാംഗങ്ങളോട് പറയട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നപ്പോഴും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോഴും, എന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് എന്റെ ആവശ്യം വന്നപ്പോ എല്ലാ കാലവും ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട്. You are also my family, and I want you to know the same, that I am here to fight for you. I am here to stand by you through thick and thin. I am here to be your voice, to fight your battles, and I will not let you down. ഞാൻ അതേ കാര്യം തന്നെ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത അതേ കാര്യം തന്നെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും എന്റെ കുടുംബമാണ്. എന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ എങ്ങനെ അവരോടൊപ്പം നിന്നിട്ടുണ്ടോ, അതുപോലെ നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ, നിങ്ങളുടെ നല്ല കാലത്തും കെട്ട കാലത്തും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും. നിങ്ങളുടെ ശബ്ദത്തെ ഞാൻ പ്രതിനിധീകരിക്കും. ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I thank you from the core of my heart for accepting me as the UDF candidate from Wayanad. വയനാട്ടിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ അംഗീകരിക്കുന്നതിന്, എന്നെ അംഗീകരിച്ചതിന്, എന്നെ ഉൾക്കൊള്ളുന്നതിന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. And I thank you for your love. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. Thank you. ജയ് ഹിന്ദ്. വയനാടിന്റെ ഹൃദയം കീഴടക്കി വയനാടിനെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി 2 മിനിറ്റ് സംസാരിക്കും. Kharge ji, Sonia Gandhi ji, leaders of the UDF, Congress leaders, workers, brothers and sisters, I'd like to welcome all of you here today.
വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ ഖാർഗെജി, സോണിയാജി, അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. I think all of you understand very well the relationship that I have shared with the people of Wayanad. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും വയനാട്ടിലെ ജനങ്ങളുമായി എനിക്ക് എന്ത് തരം ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന്. Priyanka in her speech said that you protected me and you looked after me when I needed it most. പ്രിയങ്കയുടെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ സംരക്ഷിച്ചു, നിങ്ങൾ എന്റെ കൂടെ ഒപ്പം നിന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴെന്ന് വളരെ കൃത്യമായി പ്രിയങ്ക പറഞ്ഞു. But when she was saying that, I was thinking to myself that what Wayanad has done for me cannot be expressed in words. പ്രിയങ്ക അത് സംസാരിച്ചപ്പോ ഞാൻ എന്റെ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു, ശരിക്കും വയനാട് എനിക്ക് എന്താണ് നൽകിയത്, എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് എനിക്ക് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. No matter how many times I repeat it or she repeats it, the true expression of the feeling cannot be spoken. എത്ര പ്രാവശ്യം ഞാൻ അതിനെപ്പറ്റി ആവർത്തിച്ച് പറഞ്ഞാലും, വയനാട് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നത് എത്രമാത്രം പ്രിയങ്ക ആവർത്തിച്ച് പറഞ്ഞാലും എന്റെ ഉള്ളിലുള്ള യഥാർത്ഥ അനുഭവം എനിക്ക് വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. And when feelings are really deep, the only way for those feelings to be expressed is through actions. മനസ്സിലെ അത്ര ആഴത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുമ്പോ നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ ആ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പ്രവൃത്തിയിലൂടെ അത് പ്രതിഫലിപ്പിക്കുക എന്നത് മാത്രമാണ്. So I'd like to remind you, in case you forget, that Wayanad is the only constituency in the country that has 2 members of parliament. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വയനാട് ഈ രാജ്യത്തെ ഒരേ ഒരു നിയോജക മണ്ഡലമാണ്. അതിന് 2 ജനപ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റിലുള്ള ഒരേ ഒരു നിയോജക മണ്ഡലമാണ് വയനാട്. One is the official member of parliament and the other is the unofficial member of parliament. അതിലെ 2 ജനപ്രതിനിധികൾ, ഒരാളെന്ന് പറയുന്നത് വയനാടിന്റെ ഔദ്യോഗിക പ്രതിനിധിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ, രണ്ടാമത്തെ ആൾ വയനാടിന്റെ അനൗദ്യോഗിക പ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവും. And they will both work together to protect the interests of the people of Wayanad. അത് മാത്രമല്ല, ഈ 2 പേരും ഔദ്യോഗിക ജനപ്രതിനിധിയും അനൗദ്യോഗിക ജനപ്രതിനിധിയും ഒരുമിച്ച് ചേർന്ന് വയനാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യും. I was in the bus coming here today and I was thinking, how do I explain my sister in the simplest way to the people of Wayanad? ഞാൻ ഈ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആലോചിക്കുകയായിരുന്നു, ഏറ്റവും ലളിതമായ ഭാഷയിൽ ഞാൻ എങ്ങനെയാണ് എന്റെ സഹോദരിയെ വയനാട്ടിലെ ആൾക്ക് വേണ്ടി വിശദീകരിച്ചു കൊടുക്കുക എന്ന്. What is it that best describes my sister in 1 or 2 sentences? 1-2 വാചകങ്ങളിൽ ഞാൻ എന്റെ സഹോദരിയെ വിശദമാക്കി തരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, സഹോദരിയെ പറ്റി വിവരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് മികച്ച വാചകങ്ങളായിരിക്കും, എങ്ങനെയായിരിക്കും ഞാൻ വിശദീകരിക്കാൻ ആലോചിക്കുകയായിരുന്നു. And I remember when we were small, I used to watch my sister with her friends. ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്റെ സഹോദരിയുടെ കൂട്ടുകാരോടുകൂടി ഞാൻ കാണുമായിരുന്നു. And I used to always tell her, Priyanka, you cannot go so far to look after your friends. ഞാൻ അപ്പൊ പ്രിയങ്കയോട് ചെറുപ്പത്തിൽ കൂട്ടുകാരുടെ ഒപ്പം കാണുമ്പോ പറയായിരുന്നു, പ്രിയങ്ക,
സ്വന്തം കൂട്ടുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ കാര്യം നോക്കാൻ വേണ്ടി ഇത്രയധികം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത്രയധികം പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. If Priyanka had a friend, then Priyanka was willing to do anything to look after the interest of the friend. അതായത് ചെറുപ്പകാലത്തിൽ പ്രിയങ്കയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നപ്പോ, സുഹൃത്തുണ്ടായിരുന്നപ്പോ അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ, അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടി ഏത് വരെ പോകാനും പ്രിയങ്കയ്ക്ക് പറ്റുമായിരുന്നു. And sometimes she would do something and the friends would not appreciate what she had done, and I would tell her, Priyanka, you do this. ചിലപ്പോ പ്രിയങ്ക ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവരുടെ ഫ്രണ്ട്സിന് അംഗീകരിക്കാനോ അവരതിന് നന്ദി പറയാനോ ഒന്നും തയ്യാറായിരുന്നില്ല. അപ്പൊ ഞാൻ പ്രിയങ്കയോട് ചോദിക്കുമായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. And she would always say, because I want to. അപ്പൊ പ്രിയങ്ക പറയുന്ന മറുപടി, ചെയ്യണം, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. But they are not appreciating what you are doing. They are not the sacrifice you're making. പക്ഷെ അവര് നീ ചെയ്യുന്ന ത്യാഗം, നീ ചെയ്യുന്നത് എന്താണെന്ന് അവർ അംഗീകരിക്കുന്നില്ല, അവരതിനെ ഉൾക്കൊള്ളുന്നില്ല. It doesn't matter if they don't appreciate. I want to do it. പക്ഷെ അവരെന്നെ അംഗീകരിച്ചില്ലെങ്കിലും, അവരെന്നോട് നന്ദി പറഞ്ഞില്ലെങ്കിലും, അഭിനന്ദിച്ചില്ലെങ്കിലും ഒന്നും എനിക്കൊരു പ്രശ്നമില്ല, കാരണം എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്യും എന്നായിരുന്നു പ്രിയങ്ക മറുപടി പറഞ്ഞത്. Now a person who's ready to do that for her friends, you can imagine what that person can do for her family. അങ്ങനെ സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റാവുന്ന ഒരാൾക്ക് ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. My mother is sitting here. When my father died, it was my sister who looked after my mother. എന്റെ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എന്റെ അച്ഛൻ മരിച്ചപ്പോ, എന്റെ പിതാവ് മരിച്ചപ്പോ നോക്കിയത് സംരക്ഷിച്ചത് എന്റെ സഹോദരിയായ പ്രിയങ്കയാണ്. She was 17 years old when Papa died. My mother lost everything. My father lost everything. Sorry, my sister lost everything. But the person who was looking after my mother was my sister. എന്റെ അച്ഛൻ മരിച്ചപ്പോ എന്റെ സഹോദരിക്ക് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയ്ക്ക് അന്ന് എല്ലാം നഷ്ടപ്പെട്ടു, എന്റെ സഹോദരിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ അമ്മയെ നോക്കിയത്, പരിപാലിച്ചത്, സംരക്ഷിച്ചത് എന്റെ സഹോദരിയായ പ്രിയങ്കയാണ് ആ സമയത്ത്. And I am confident that my sister is ready to sacrifice anything for her family. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, അവളുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കാൻ തയ്യാറായ ഒരാളാണ് എന്റെ സഹോദരി പ്രിയങ്ക. Now you must be wondering, why am I telling you about Priyanka's friends and about the sacrifice she is ready to make for her family? ഇപ്പൊ നിങ്ങൾ ആലോചിക്കുകയായിരിക്കും, ഞാൻ എന്തിനാണ് പ്രിയങ്കയുടെ സുഹൃത്തുക്കളെ കുറിച്ച്, അതുപോലെ സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രിയങ്ക ചെയ്ത ത്യാഗങ്ങളെ കുറിച്ചൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. The reason is because Priyanka considers the people of Wayanad her family. എന്തുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതെന്ന് അറിയുമോ? കാരണം പ്രിയങ്ക വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും, വയനാടിനെയും സ്വന്തം കുടുംബമായി കണക്കാക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. And I also need a favor from you. അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്തുനിന്ന് എനിക്കൊരു ഫേവർ വേണം, നിങ്ങൾ എനിക്കൊരു സഹായം, ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. See, I have this rakhi on my hand that she made. You have it? The rakhi that she made. ഇത് എന്റെ കയ്യിൽ കിടക്കുന്ന ഈ സാധനം എന്റെ സഹോദരി ഉണ്ടാക്കിയതാണ്. I don't take it off until it breaks. ഇത് പൊട്ടി പോകുന്നത് വരെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റാറില്ല. And this is a symbol of a brother's protection for his sister. ഈ കയ്യിൽ കിടക്കുന്നത് എന്ന് പറയുന്നത് ഒരു സഹോദരൻ സഹോദരിയെ സംരക്ഷിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ്. And that is why I ask the people of Wayanad, in fact I request the people of Wayanad that look after my sister and protect my sister. അതുകൊണ്ട് ഞാൻ എന്റെ വയനാട്ടിലെ പ്രിയപ്പെട്ടവരോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, എന്റെ അനുജത്തെ നോക്കിക്കൊള്ളണം, എന്റെ അനുജത്തെ സംരക്ഷിക്കണമെന്ന് ഞാൻ വയനാട്ടിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. She will put her entire energy into looking after the people and the problems of Wayanad. വയനാട്ടിലെ ജനങ്ങളെ നോക്കുന്നതിൽ, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നതിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എന്റെ അനിയത്തി പൂർണ്ണമായി ഊർജം ചെലവഴിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. And don't forget, I'm your unofficial member of parliament, so I'm also allowed to come here and interfere and
do the work in Wayanad. അത് മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഞാൻ നിങ്ങളുടെ പാർലമെന്റിലെ അനൗദ്യോഗിക പ്രതിനിധിയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാനും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഭാഗമാകാനും ഇവിടെ വരാനും നിങ്ങൾ എന്നെയും അനുവദിക്കണം. ഞാനും വരും എന്ന് നിങ്ങളോട് പറയുകയാണ്. Thank you, Nandri. നന്ദി. അഭിനന്ദനായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ ദേശീയ തലത്തിലെ ശക്തനായ നേതാവ് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ മല്ലികാർജുന ഖാർഗെജി നമ്മളോട് സംസാരിക്കും. Respected Sonia Gandhi ji, Sri Rahul Gandhi ji, Priyanka Gandhi ji, CLP leader, Congress President, Kerala, Chief Minister of Karnataka, and people who have gathered here, all my brothers, sisters, and media people. ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിജി, രാഹുൽജി, പ്രിയങ്കാജി, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ, ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, UDF നേതാക്കളെ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. It gives me immense pleasure to be here amidst you today on the important occasion of filing a nomination Srimati Priyanka Gandhi ji for by-election to Lok Sabha for the Wayanad parliamentary constituency. വയനാട് പാർലമെന്റിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ശ്രീമതി പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. As I stand here, this beautiful land of Wayanad, I am reminded of the recent tragedy of devastating landslide that deeply shocked every heart across the country. ഇന്ന് വയനാട്ടിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ദാരുണമായ മണ്ണിടിച്ചിൽ, ഈ രാജ്യത്തെ മുഴുവൻ വേദനിപ്പിച്ച, ഞെട്ടിപ്പിച്ച ആ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ അകപ്പെട്ടുപോയ എല്ലാവരെ കുറിച്ചും ഞാൻ ഓർക്കുകയാണ്. My deepest condolences go to the souls who lost their lives. ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ എന്റെ അനുശോചനങ്ങൾ അറിയിക്കുകയാണ്. It is heartening that despite the challenges faced by the spirit of people of Wayanad remains unshaken. അതുമാത്രമല്ല, ഇത്രയും വെല്ലുവിളികൾ നേരിട്ടിട്ടും വയനാട്ടിലെ ജനങ്ങൾ പതറാതെ കുലുക്കമില്ലാതെ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിന് വളരെയധികം ആശ്വാസമുണ്ട്. Today we come together with renewed hope and strength, determined to move forward in unity. ഇന്ന് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് പുതിയ പ്രതീക്ഷയോടുകൂടിയാണ്, പുതിയ ശക്തിയോടുകൂടിയാണ്, ഐക്യത്തോടുകൂടി മുൻപോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് വന്നിരിക്കുന്നത്. I clearly recall when Rahulji made the decision to retain Raebareli Srimati Sonia Gandhi's constituency, then he was thinking what is to be done. But ultimately, the growing demand from Wayanad people, the loving people for Gandhi family, they decided that
Priyanka Gandhi should be made as a candidate for Wayanad. രാഹുൽ ഗാന്ധിജി റായ്ബറേലി സീറ്റ് നിലനിർത്താൻ തീരുമാനിച്ചപ്പോൾ വയനാട്ടിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനം വന്നപ്പോൾ വയനാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ തീരുമാനം എടുക്കുകയും ചെയ്തു. This sincere request of Wayanad people, Priyanka Gandhi accepted, the Congress party accepted your demand, and today we have given her a ticket from Wayanad. She will fight for your cause. She is a very strong lady, and in Parliament, the Wayanad voice will be more powerful than any other man here earlier. അത് മാത്രമല്ല വയനാട്ടിലെ ജനങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രിയങ്ക ഗാന്ധി അത് വളരെ സ്നേഹത്തോടുകൂടി അംഗീകരിച്ചു. കോൺഗ്രസ് പാർട്ടി അത് അംഗീകരിച്ചു. വയനാട്ടിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് വളരെ കരുത്തയായ ഒരു വനിതയാണ് പ്രിയങ്ക ഗാന്ധി. ഇന്ത്യൻ പാർലമെന്റിൽ വയനാട്ടിൽ നിന്ന് മറ്റാരും ഈ സാഹചര്യത്തിൽ മത്സരിച്ചാലും അതിലും ശക്തിയോടുകൂടി കരുത്തോടുകൂടി വയനാട്ടിലെ ശബ്ദം ഉയർന്നു കേൾക്കും പ്രിയങ്ക ഗാന്ധിയുടെ. Now that Priyanka ji has embarked on this journey, it is your responsibility, the people of Wayanad, to ensure she wins the election with the highest margin than previous election. അത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധി ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ വയനാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. The bond between the people of Wayanad and the Indian National Congress is one of deep affection, trust and shared ideas. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വയനാട്ടിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ പൊതുവായ ആശയങ്ങളുടെ ഒരു ബന്ധമാണ്. These victories are a testament to the unwavering trust the people of this region place in the Congress party's vision and leadership. 2019-24 രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ലഭിച്ച വിജയങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Priyanka ji, with her compassionate heart, a fierce determination and a long-standing commitment to justice, equality and fraternity. പ്രിയങ്ക ഗാന്ധി എന്ന വ്യക്തി കൊണ്ടുവരുന്നത് ആർദ്രതയുള്ള ഒരു ഹൃദയമാണ്. Services are needed for the country and for the party, and she will fight for your cause, not only your cause. She is a strong lady. Always she fights lady causes. You might have seen in harbors and other places. She goes everywhere fearlessly, mingle with them, fight for them. Such a great lady will be represented from your constitution. ഈ രാജ്യമുഴുവനുള്ളവർക്ക് വേണ്ടി സ്ത്രീകളുടെ പ്രശ്നത്തിന് വേണ്ടി ആദിവാസികളുടെ മുന്നേറ്റം ഒക്കെ പോയി പ്രിയങ്ക ഗാന്ധി നിങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കും, നിങ്ങൾക്ക് വേണ്ടി പോരാടും. അത്ര കരുത്തിയായ ഒരു വ്യക്തിയാണ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. Now, I request you. Whatever you want, she will do. You will develop
for resounding success from Wayanad. അതിവിപുലമായ ഒരു വിജയം പ്രിയങ്ക ഗാന്ധിക്ക് ഞാൻ ആശംസിക്കുന്നു. Thank you one and all, and I wish all of you that you will fully support in this election with a higher margin than earlier. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഞാൻ ആഗ്രഹിക്കുന്നു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. നമ്മുടെ മുഖ്യമന്ത്രിമാരും പാണക്കാട് തങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അവരാരും സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നോമിനേഷൻ കൊടുക്കാൻ സമയമായതുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കും. Thank you.